നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മംഗലശ്ശേരിക്കാരുടെ ആ ധാരണ അങ്ങ് പൊളിഞ്ഞു. അതെ അതെ, മാഡം പറയുന്നത് ശരിയാ. നിങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടിയുണ്ടല്ലോ, ആ അമ്മു, സഞ്ജു ആദ്യം താലി കെട്ടി പെണ്ണാവള്. തൊഴിലാളികളുടെ കാല് പിടിച്ചാൽ അവൾ മംഗലശ്ശേരിക്കാർക്ക് വേണ്ടി പട്ടിണി കിടക്കുമെന്ന അവളുടെ ധാരണയും തെറ്റി. അതെ അതെ, ദൈവമേ, ഇത് ആ യൂണിയൻ നേതാവല്ലേ? ആ ദിനഗ്ര, ഒരു മിനിറ്റ്. ഓ ശരി. മല്ലികേ, എന്തോ ഒന്നിങ്ങ് വന്നേ. ആ എന്താ മാഡം? നീ അതിങ്ങ് എടുത്തിട്ട് വാ. ആ മംഗലശ്ശേരിക്കാരെ പല വഴി പൂട്ടാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. കമ്പനി പൊളിഞ്ഞ വിവരം ഹെഡ് ഓഫീസുകളിൽ വിളിച്ച് ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ഓ, അങ്ങനെയും ചെയ്തോ? പിന്നെ അല്ലാതെ, ബാങ്കുകാരെ അറിയാലോ, ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ഉണർന്നു പ്രവർത്തിക്കും. ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ആ, ഒരു വശത്ത് സമരവും മറുവശത്ത് ജപ്തി ഭീഷണിയുമായി രംഗം കൊഴുക്കുമ്പോ ഞാൻ രംഗത്ത് വരും. ദിനകരൻ എനിക്ക് ചെയ്തു തന്ന സഹായം വളരെ വലുതാ. ബാങ്കുകാരെ ഇളക്കി വിടണമെങ്കിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങണം. ദിനകരൻ അതെനിക്ക് ചെയ്തു തന്നു. എന്തിനും ഞാൻ കൂടെയുണ്ട്. ആ, ഇത് തൊഴിലാളികളെ സമരത്തിനിറക്കി വിട്ടതിന് ദിനകരന് ഞാൻ തരുന്ന അഡ്വാൻസ്. കമ്പനി എന്റെ കയ്യിൽ എത്തുന്ന ദിവസം ബാക്കി ഞാൻ പറഞ്ഞ 50 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. സമ്മതിച്ചു. ദാ, ഇത് വാങ്ങിക്കൂ. എന്നാ വീണ്ടും കാണാം. ആ ശരി ശരി. കണ്ടില്ലേ നീ, മംഗലശ്ശേരിക്കാരുടെ തകർച്ചയ്ക്കുള്ള ആദ്യ ഡോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ, ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സഞ്ജുവിന് മംഗലശ്ശേരി വീട് വിട്ടിറങ്ങിയാൽ സ്വാതിര വീട്ടിലേക്ക് പോകാനാവില്ല. വലിയ അഭിമാനിയാ സഞ്ജു. ഇനി കാണാൻ പോകുന്നത് സഞ്ജു ബന്ധുക്കളുമായി ഒരു ചെറിയ വാടക വീട്ടിൽ അഭയം തേടുന്നത്. ആ പ്രശ്നത്തിൽ സഞ്ജുവും സ്വാതിയും തമ്മിൽ അകലും. പ്രഭയും കാഞ്ചനയും ഒരിക്കലും മകളെ അങ്ങനൊരു സ്ഥലത്തേക്ക് വിടില്ല. ഇതിനിടയിൽ നമുക്ക് ഭംഗിയായി കളിക്കാം, അവളുടെ കൊച്ചിനെ ഇല്ലാതാക്കുന്നത് വരെ. ഹലോ. ആ, ഓക്കെ സർ, താങ്ക് യു. ആരാ മാഡം? മംഗലശ്ശേരിയിലേക്ക് ജപ്തി നോട്ടീസുമായി ബാങ്കുകാർ പുറപ്പെട്ടു കഴിഞ്ഞു. അത് കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം. കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം.
നന്നായി. അതിന് നിങ്ങളുടെ കമ്പനിയിൽ പൂട്ട് വീണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്തായാലും കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിൽ അടച്ചു തീർക്കുക. എങ്കിൽ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കും. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഓക്കെ, ശരി, നമുക്ക് പോവാം. മുത്തശ്ശേണ്ട, നീ എന്നെ പിടിക്കണ്ട. വിട്. എന്താടാ ഇങ്ങനെയൊക്കെയാണോടാ നീ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്. ജപ്തിയാണ് പോലും. ഒടുവിൽ ഈ വീട്ടിൽ കിടന്ന് കണ്ണടയ്ക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാനും എന്റെ അമ്മയും ഗർഭിണിയായ ഇവളും തെരുവിലിറങ്ങി തെണ്ടി നടക്കണം. വേണോടാ? നീ പറയേ. കമ്പനി ഭരിച്ച് എല്ലാവരെയും അവസാനം നീ ഈ അവസ്ഥയിലാക്കിയല്ലോടാ. മുത്തശ്ശ, എന്തിനാ അദ്ദേഹത്തെ വഴക്ക് പറയുന്ന? എല്ലാം ഒരാളുടെ പ്ലാനിങ്ങാ. അടിക്കടി ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ അവിടേക്ക് പോയത്. നീ എവിടേക്കാ പോയത്? എന്താ കാര്യമെന്ന് പറ. മുത്തശ്ശ, അത് ഇതും ആ ദക്ഷമ്മയുടെ പ്ലാനിങ്ങാ. ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എല്ലാരും കൂടി ഒന്ന് ആലോചിക്കണം. ആദ്യം ആ ദക്ഷമ്മയോട് ആരെങ്കിലും അനുനയത്തിലൊന്ന് സംസാരിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ വേറെ മാർഗം നോക്കണം. അത് അവരോട് ഇങ്ങനെ അനുനയത്തിൽ സംസാരിക്കാൻ ആർക്കാ പറ്റുന്നത്? പറ്റും. ചേച്ചിയുടെ അച്ഛന്. അച്ഛനൊന്ന് വിളിക്കാം, ഞാൻ സംസാരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.